നോക്കണ്ട, അടിപൊളി. നമ്മള് ട്രിവാൻഡ്രം സൂയിലെത്തി. ഭയങ്കര മഴ. അങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. എല്ലാരും ഉണ്ട്. ആര്യയുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവരൊക്കെ മുമ്പ് വന്നിട്ടുണ്ട് ഒരു തവണ. സ്കൂളിൽ നിന്ന് കണ്ടല്ലേ. നീ എങ്ങനെ വന്നാ? ഫ്രണ്ട്സിന്റെ കൂടെ വന്ന, അല്ലാതെ വന്നില്ലേ? ഇങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്തേക്കണം. എന്റെ മുടി തന്നെ ഞാൻ ഫുള്ള് കൊളാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടേക്കണ. കാര്യം ടിക്കറ്റ് എടുത്തില്ല. നമ്മള് കെയറിങ് വന്ന് അവിടെ ആരെയും കാണാനില്ല. എൻട്രൻസ് ആയതേ ഉള്ളൂ. എൻട്രൻസിൽ നമ്മള് വരുന്നതേ ഉള്ളൂ. എൻട്രൻസ് ആകുമ്പോഴത്തേക്കും നമ്മള് എൻട്രൻസ് ആകുമ്പോ നമ്മൾ ടിക്കറ്റ് എടുക്കും. ഗൈസ് ഇതിപ്പോ എവിടെ എത്തി നമുക്ക് ചോദിക്കാം അവരെടുത്ത്. നമ്മൾ ഇതിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഗൈസ് നമ്മള് അകത്ത് കയറാൻ പോകും. ടിക്കറ്റ് കൊടുക്കാം. സൂവിന്റെ അകത്തോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത്. അപ്പൊ നമ്മളോട് ഫസ്റ്റ് ആദ്യം വരുമ്പോ നമ്മൾ കാണുന്നത് പശു കാള. ഗൈസ് വേറെന്തോ വലിയ ജീവിയാണ് ഗൈസ്. കാണിച്ചു തരാം. അതിന്റെ അതേ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം. അങ്ങ് കാണാം നമുക്കവിടെ. അവിടെ നിന്ന് മാന അങ്ങണ്ടായിരുന്നു. നമുക്ക് അങ്ങ് പോകാൻ പറ്റൂല്ലേ? കറങ്ങി പോകാൻ പറ്റും. ഇവിടെ കണ്ടോ? അതിന് താമസിക്കാൻ പറ്റിയ അതേ എല്ലാം ഞങ്ങളവിടെ വെച്ചിട്ട് ഞങ്ങൾ ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒന്നും ഇവിടെ കയറാൻ പറ്റത്തില്ല. ഒന്നും കൊണ്ട് കയറത്തില്ല. അങ്ങനെ നമ്മളെല്ലാം വെച്ചിട്ട് വന്നേക്കാണ്. എന്തോ അവിടെ ഒരു സംഭവം. മറ്റേ സിംഹവാലൻ കുരങ്ങ്. ഇതിനാണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുരങ്ങാണ് ഗൈസ്. സിംഹവാലൻ കുരങ്ങ്. എൻ്റെ എവിടെ? എൻ്റെ മുഖം എവിടെ? ഇതിൽ കാണുന്നുണ്ടാന്നറിയാം. ഇതിൽ ക്ലിയർ ഇല്ലടി. നോക്കട്ടെ. പക്ഷെ ഇത് നല്ല ക്ലിയർ ഉണ്ട്. ഇവിടെ കൊള്ളാം. അവരങ്ങ് പോയാടി. എന്തോന്ന് എഴുതിയേക്കണ? ബംഗാൾ കുരങ്ങിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ നോക്കാം. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെതായ രീതി. ഇതോ അവിടെ ഒരു ഗുഹ താമസിക്കാൻ, അതിൽ താമസിക്കാനുള്ള ഗുഹയൊക്കെ ഉണ്ട്. നല്ല ഫ്രെയിം അല്ലേ? ഞാനിവിടെ ഇവിടെ നിൽക്കട്ടാ. എടി ആരും ഇത് പിടിച്ചാൽ അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട്. ദോ എന്താണ് ഇവിടെ? കാട്ടുകോഴിയാ? ഇതാണ് കാട്ടുകോഴി. കോഴികളെ മെൻഷൻ ചെയ്യും. എന്താണ്? വൈറ്റ് റേ. കൊടയും പിടിച്ച് വെയിലില്ലാത്തോണ്ട് കൊള്ളാം, നടക്കാൻ കൊള്ളാം. റെയിൻകോട്ട് എനിക്കിവിടെ വേണമായിരുന്നു. വെയിലില്ല ഗൈസ്. ശരി, എനിക്ക് റെയിൻകോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലഞ്ഞി പ്ലാൻ സുവോളജി പാർക്കിന്റെ. ഓക്കെ, ഇതാണ് പ്ലാൻ. നമ്മൾ ഇത് തിരക്കി ഫോട്ടോ എടുത്ത് വെച്ചോട്ടാ. വെച്ചിട്ട് ഇത് നോക്കിയാൽ ഒന്നും അറിയാൻ വയ്യ. ലയണ് എല്ലാം കൊടുത്തേക്കാനുണ്ട്. ലയണ് എവിടെ? മേളിലാണ്. സൂ ഹോസ്പിറ്റലാ നമ്മളിപ്പോ നിൽക്കുന്നത്. എവിടെയെന്ന് ഞാൻ ഹോസ്പിറ്റലൊക്കെ ഉണ്ടോ? പിന്നെല്ലാം കണ്ടുപിടിക്കും. നമ്മളിപ്പോ എവിടെ നിൽക്കും പറഞ്ഞ ബേർഡ്സ്, പാരറ്റ്, ബൊട്ടാണിക്കൽ ഗാർഡൻ. അതാ ഇവിടെ. നമ്മൾ ഇവിടെയാണല്ലേ? ഇവിടെ എത്തി. അതെവിടെ? മങ്കിയാണ് അവിടെ.
ആ അത് മങ്കിയുടെ ആയിരുന്നു, ഞാൻ നേരത്തെ കണ്ടു. ലയൺ ടൈൽഡ് എന്തിനും മക്കുവേ കണ്ടേ. ഇതാണിപ്പോ കണ്ടത്, മറ്റേ സിംഹവാലൻ കുരങ്ങില്ലേ, അത് നമ്മൾ കണ്ടായിരുന്നു. നമുക്ക് ഇനിതാ പെട്ടെന്ന് ഇവിടെ സ്നേഹം. ഹനുമാൻ കുരങ്ങ്. നമ്മള് വരുന്ന വഴി ഫുള്ള് കുരങ്ങന്മാര്. നമ്മൾ ഏതൊക്കെ കുരങ്ങനെ കണ്ട്? നമ്മള് സിംഹവാലൻ കുരങ്ങനെ കണ്ട്. പിന്നെന്തോന്ന്, ഹനുമാൻ കുരങ്ങ്. ഇതാണ് ഹനുമാൻ കുരങ്ങ്. ഇത് അങ്ങ് ഇരിക്കുന്നുണ്ടാ, അങ്ങ് സൂം ചെയ്ത് കാണിച്ചാണ്ട് കാണത്തുണ്ടോ? ഭയങ്കര മഴ. ഈ കുരങ്ങിൽ നിന്നാണ് ഗൈസ് നമ്മൾ ഉണ്ടായത്. നമ്മളെല്ലാം ചന്ദന. ഈ കുരങ്ങിൽ കുരങ്ങിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് ഗൈസ്. ഞാനല്ല കേട്ടാ, നമ്മള് പോകുന്ന വഴിക്ക് മൊത്തം കുരങ്ങന്മാരായിരുന്നു. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കാം. നീ പോ വരണേ. ഇവിടെ മഴയത്ത് നടക്കാനാണ് അടിപൊളി. എനിക്ക് റെയിൻകോട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ മഴയും കൊണ്ട് നടക്കുന്നു. അവിടെ റെയിൻകോട്ട് ഉണ്ടായിട്ടും പക്ഷെ അടിപൊളിയായിട്ട് നിങ്ങളിങ്ങനെ മഴയത്ത് വരണം. സൂര്യ വരണമെങ്കിൽ മഴയത്ത് വരണം. പക്ഷികളെ കാണാൻ പോവാണ്. അപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിഞ്ഞൂടെ, മഴയായോണ്ട്. അപ്പം മൈക്കില്ല അല്ലേ? അപ്പൊ നമുക്കൊരു മൈക്ക് റെക്കമെൻഡ് ചെയ്യാം. ഒരുപാട് പൈസ ഒന്നും ആവാത്ത ചെറിയൊരു മൈക്ക് അല്ലേ? കേൾക്കുന്നുണ്ടോ? നമ്മളായിട്ട് പക്ഷികളുടെ കേട്ട് നമുക്ക് മൈക്കൊന്നും വേണ്ടെന്ന്. വേണ്ട. പക്ഷികളുടെ ലോകത്തെത്തിയിട്ടുണ്ട്. പക്ഷി വേണ്ടിട്ടാണ് ഗൈസ്. നമുക്ക് താഴോട്ട് പോവാം. പയ്യെ പോണേ. അങ്ങോട്ട് പോവാം. അകത്തൊന്നും ഇല്ല ഗൈസ്, ഒരു പറ്റിക്കുണ്ട്. എക്സ്ക്യൂസ് മീ പ്ലീസ്, നോക്കട്ടെ. മഴയത്ത് തണുപ്പത്ത് അകത്തായി പോയി ഗൈസ്. എന്താണ് കാണാൻ പറ്റുന്നുണ്ടോ എന്തോ അല്ലേ? കാണാൻ പറ്റത്തില്ല, കാണത്തില്ല. അത് പേടിച്ച് നമ്മൾ കണ്ട് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. നോക്ക് ഹിമാലയൻ കഴുകൻ ഗൈസ്. മഴ ആയതുകൊണ്ട് ഇതിനെ കാണാൻ പറ്റത്തില്ല, അങ്ങ് മകളിൽ നിൽക്കുകയാണല്ലേ. എവിടെയാണെന്ന് വെച്ചാൽ കാണത്തില്ല, അങ്ങിരിക്കും. ഇവിടെ എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. പക്ഷികളെ എങ്ങാനും ഒക്കെ ഇടാനായിരിക്കും. നിറയെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെന്താണ്, നല്ല മഴയാണ്. ചന്തു, മഴയെന്ന് പറഞ്ഞ പെരുമഴ. മഴയത്ത് കുറെ മൃഗങ്ങളുടെ ഇടയില് നമ്മൾ നിൽക്കുവാണ് ഗൈസ്. നിങ്ങൾക്ക് കാണണം, ഇവിടെ ഒരു അടിപൊളി സാധനം ഉണ്ട്. നിങ്ങൾ കാണണം കേട്ടാ. കണ്ടു ഇപ്പൊ മഴയൊന്നും നോക്കണ്ട, അടിപൊളി. ഇതെന്താണിത്? സെറ്റല്ലേ? അല്ലല്ലല്ല, സ്റ്റാച്ചു അല്ലത്, ഒറിജിനലാണ്. കണ്ടാ ഒരെണ്ണം ഇവിടെ നിൽക്കുന്നു, എല്ലാം ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കുന്നുണ്ട്. ഇതൊന്നും സ്റ്റാച്ചു അല്ല, ഇതൊക്കെ പ്രതിമ പോലെ നിൽക്കുന്നതാണ്. കണ്ടാത്തൊന്ന് സ്റ്റാച്ചു ആണെന്ന്.
അത് മഴ കൊണ്ട് ഇതെന്തിനാണ് ഇതിന്റെ മറ്റേ ഇതില്ലേ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ. ഇതിനകത്തുണ്ട് ആ ബേർഡ്സിന്റെ ഒക്കെ നെയിംസ് ഇതിനകത്തുണ്ട്. നമുക്ക് പോയി ഒന്ന് നോക്കാം. ആ നമ്മൾ അതിനകത്ത് കണ്ട ബേർഡ്സിന്റെ ഒക്കെ ഇത്രയും ബേർഡ്സ് ആണ്. മഴ ഗായ്സ്, മഴ കാരണം നല്ലപോലെ കാണാൻ പറ്റുന്നില്ല. നമുക്ക് കാണാം, പക്ഷെ നിങ്ങൾക്ക് കാണത്തില്ല. ഗ്ലാസ്സിൽ അത്രയും വെള്ളം വീണ് മഴ. ഗ്ലാസ് ആണ് ഇവിടെ ഫുള്ള് ഗ്ലാസ് ആണ്. ഇവിടെ പലതരം കൊക്കുകളുണ്ട്. പല പല തരത്തിലുള്ള കൊക്കുകൾ ഇവിടെ ഉണ്ടായിരുന്നു. കാണിച്ചു കൊടുത്ത് പക്ഷെ കാണത്തില്ല. ഗ്ലാസ് ആയോണ്ടേ, ഗ്ലാസ് ആയതുകൊണ്ട് നല്ല ക്ലിയർ ഇല്ല. പക്ഷെ കാണാൻ അടിപൊളി കായ്. നമ്മൾ മഴയത്ത് വരണം. ഇവിടെ സഗസ്റ്റിന്ന് വരണമെങ്കിൽ ഇവിടെ മഴയത്ത് വരണം. മഴ നനയണം, പക്ഷെ ഒരു റെയിൻ കോട്ട് കൊണ്ടുവന്ന് മഴയത്ത് വന്നു കഴിഞ്ഞാൽ പൊളി വൈബാണ് കായ്. മഴയത്ത് വന്നിട്ട് നനയണമെന്ന് പറഞ്ഞ് തന്നെ അങ്ങ് വരണേ. ഇനി വരുമ്പോ മഴയത്ത് നനയണോ? നനയണം, നനയണം. പറയൂ, രണ്ടു വാക്ക് പറയൂ. ജെയിൻ ബാംബു ഡ്രാഗൺ. പോവാം. സ്മൂത്ത് കോട്ടഡ് ഒട്ടർ. നീർനായ. അപ്പൊ ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് നോക്കാം ഗൈസ്. Come on. അമ്മേ, ദോ 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 അങ്ങ് കിടക്കുന്നുണ്ടാ. ദോ 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 വെള്ളത്തിൽ പോകുന്നുണ്ടാ. ഈ അറ്റത്ത് നമ്മൾ നിൽക്കുന്ന സൈഡിലാണ്. ഇത് കണ്ടാ, നീർനായ സ്വന്തം ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളൊന്നും അതിന് കൊടുക്കാനായിട്ട് കഴിക്കും. സ്പെഷ്യൽ ഡയറ്റ് എടുത്തിട്ടില്ല. നീർനായ വരെ ഡയറ്റ് എടുക്കണുണ്ട്. അതെ ഗൈസ്, ഇതൊക്കെയാണ് നീർനായയുടെ കൂട്. നീർനായ കാണാൻ പറ്റില്ലേ? മഴയത്തല്ല, കാരണം ഇതിന്റെ അകത്തൂടെ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ നമ്മൾ നീർനായ അങ്ങ് ഇരുന്നുകൊണ്ട് നമുക്ക് നീർനായ കാണാൻ പറ്റില്ല. വിഷമിക്കണ്ട. അല്ല, ഞാൻ കണ്ടായിരുന്നു. കാണിച്ചില്ലല്ലോ. ഞാൻ കാണിച്ചു, പക്ഷെ വീഡിയോയിൽ കാണാൻ പറ്റിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വീഡിയോയിൽ കണ്ടില്ല. ഞാൻ അടുത്ത് നമ്മൾ കാണിക്കും. അടുത്ത് എന്തോന്നാണെന്ന് അറിഞ്ഞൂടാ. നമ്മൾ പൊക്കോണ്ടിരിക്കണുള്ളൂ. ഇവിടെ വലിയൊരു മാപ്പൊക്കെ ഉണ്ട്. വലിയ ആറുണ്ട്. ഇവിടെ കണ്ട ഫുള്ള് കണ്ട ഒരു വലിയ ആറ്. അത് ഇവിടെ തന്നെ, ഇവിടെയുള്ള പക്ഷികൾക്കൊക്കെ അവിടെ കണ്ട പക്ഷിയൊക്കെ ഇരിപ്പുണ്ട്. ഇവിടുത്തെ പക്ഷിയൊക്കെ ഒന്ന് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള. ഈ മഴ ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ വന്നിപ്പോ അങ്ങനെ വരണമെങ്കിൽ ഇവിടെ മഴയത്ത് വരണം. മഴ നനയണം, പക്ഷെ ഒരു റെയിൻ കോട്ട് കൊണ്ടുവന്ന് മഴയത്ത് വന്നു കഴിഞ്ഞാൽ പൊളി വൈബാണ് ഗൈസ്. സംഭവം കാണിച്ചു തരാം ഗൈസ്. BGM. ഹിപ്പോപ്പൊട്ടാമസ്. ഇത് ഹിപ്പോപ്പൊട്ടാമസ് ആണ്. ഇത് നീർക്കുതിര. കാണ്ടാമൃഗം എന്തിനായിരുന്നു? ഈ കാണ്ടാമൃഗത്തിന് എന്തിനെന്ന് പറയുന്ന? അല്ല, കാണ്ടാമൃഗത്തിന് എന്തിനാ പറയണ? ഇത് ഹിപ്പോപ്പൊട്ടാമസ്, നീർക്കുതിര. മറ്റെന്തായിരുന്നു?
തൊലിക്കട്ടിയുള്ള ആലോചിക്ക് എന്തിനായിരുന്നു. ഇല്ല ഗൈസ്, നമ്മൾ പോകുന്നേ ഉള്ളൂ. മാപ്പ് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? താങ്കളുടെ അഭിപ്രായം എന്താണ്, പറയൂ. എനിക്കിത് കണ്ടിട്ട് നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? നമുക്ക് എന്തായാലും നടക്കാം, നടന്ന് പോവാം, എവിടെയെങ്കിലും ഒക്കെ എത്തും. ഹിപ്പോപ്പൊട്ടാമസിന്റെ അവിടെ നിൽക്കുന്നത് കണ്ടാ? എവിടെ ഹിപ്പോപ്പൊട്ടാമസിന്റെ അവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത്. അതുകൊണ്ട് ഹിപ്പോപ്പൊട്ടാമസ് ലയണിന്റെ മേളിൽ. ഓക്കെ, നമ്മൾ ഇനി ലയണിനെ കാണാൻ പോകും. നോക്കാം. ഇതാണ് ഗ്രേറ്റർ വൺ ഹോണ്ട് റൈനോസേഴ്സ്. ആ, കാണ്ടാമൃഗം കിട്ടി. റൈനോസേഴ്സ് ആണ് ഗൈസ്. കിട്ടി കാണ്ടാമൃഗം. അതിനെ ഇത് പിടിച്ചാണ്ട് പുറത്തെന്തോന്നെ ഷീറ്റ് മൂടി വെക്കണം. അതിന്റെ കമ്പിളി മൂടി വെക്കുന്ന പുറത്ത്. അല്ല, അത് അതിന്റെ തൊലിയ. ഒടിഞ്ഞു പോയി. അയ്യോ, കൊമ്പൊന്നുമില്ല. ഇത് ഒറ്റ കൊമ്പാണ്, ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കും. അതിന്റെ ഒടിഞ്ഞു പോയിട്ടാ. ഫ്രണ്ടിലില്ല. അത് എവിടെ കൊണ്ട് ഇടിച്ച് കയ്യിലിരിപ്പ് കാരണം ഒടിഞ്ഞതായിരിക്കും. ആ തന്നെ, കയ്യിലിരിപ്പ് കാരണം ഒടിഞ്ഞതായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോവാം. സത്യം പറഞ്ഞാൽ നമ്മള് വീട്ടിൽ നിന്ന് ഇങ്ങനെ വെളിയിൽ ഇറങ്ങണം അല്ലേ? നമ്മള് ഇറങ്ങി ചെല്ലണം. നമ്മള് വീട്ടിൽ തന്നെ ഇങ്ങനെ അടയിരുന്ന നമ്മള് മരണം വരെ വീട്ടിൽ തന്നെ അടയായിരിക്കും. ജോലി ഇട്ടിട്ട് കറങ്ങാൻ പോവാം, ഇല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ കറങ്ങാൻ പോകുന്നത്. നമ്മളിപ്പം ചെറിയ സ്ഥലം. ഈ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ സ്ഥലത്തൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ തന്നെ വേണം. നമ്മൾ ഈ വീട്ടിൽ തന്നെ അടയിരുന്ന് നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. ചെറിയ സ്ഥലം. പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. ഇങ്ങനെ ഇത് നമുക്ക് സൂവിലൊക്കെ വരാൻ വലിയ പൈസയൊന്നുമില്ല. ഞായറാഴ്ച ഒരു ദിവസം നമുക്ക് ഞായറാഴ്ച ഒരു ദിവസം നമ്മളങ്ങ് ഇറങ്ങുക. ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഇറങ്ങാൻ. എക്സ്പ്ലോർ ചെയ്യുക ഗൈസ്. നമ്മൾ ആദ്യം ചെറിയ സ്ഥലങ്ങളിൽ പോയി നമ്മൾ ഇനി ഒരുപാട് വലിയ സ്ഥലങ്ങളിലൊക്കെ പോകണം എന്നാണ് ആഗ്രഹം. ഭാവിയിൽ നടക്കും അല്ലേ? എല്ലാരെയും പോലെ മരിക്കണം, മെമ്മറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് മരിക്കണം ഗൈസ്. സത്യം പറഞ്ഞ പിന്നെന്താണ്? പിന്നെ ഇവിടെ പറഞ്ഞത് സംസാരിച്ചു. കാണാൻ പറ്റുന്നുണ്ടോ? കൊള്ളാല്ലേ? നല്ല വൃത്തിയുള്ള ഡിയേഴ്സ്. രണ്ടു മൂന്ന് കൊമ്പനാണ് ഇതിന്റെ ഏറ്റവും വലുതിനായിരിക്കും കേട്ടോ കൊമ്പുള്ളത്. ബാക്കി എല്ലാം ചെറുതാണ്. ആണാടിനാണ്. ഒരു 3-4 എണ്ണം മാത്രം എന്താ വലിയ കൊമ്പുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? പുള്ളിമാനുണ്ട് ഗായ്. ഇഷ്ടപ്പെട്ട ഒരെണ്ണം നിൽക്കുന്നത്. നമുക്ക് ഇവിടെ വന്ന് ഒരെണ്ണം എടുക്കാം ഗൈസ്. അപ്പുറത്തോട്ട് പോവാം. നേരത്തെ ഇതെടുത്തായിരുന്നു. ഇതാണ് ബ്രൗൺ റിയ. കൃഷ്ണമൃഗം. ഇതിന്റെ കൊമ്പ് കണ്ട ഇതുപോലെ ഇരിക്കും. ഇതാണ് ഐശ്വര്യ കണക്കത്തെ വെള്ളമാൻ. നമ്മൾ നേരത്തെ ചന്ദനയെ കണ്ടല്ലേ? മറ്റില്ല അവിടെ. അതിന്റെ കൊമ്പിനാണ് പ്രത്യേകത.
കുറച്ച് സൂം ചെയ്തെടുത്ത് കണ്ട ഇങ്ങനെ ചുരുണ്ടിരിക്കും. കേൾസുള്ള കൊമ്പാണ്. കൊത്തോ നമ്മളാ? എവിടെയത്? ദോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പേര്. അവിടെ പോയി നോക്കാം. പാ ഇതെടുത്ത് ഇതെന്ത് ജീവിയാണെന്നുള്ളത് കാണിച്ചിട്ട്. എമു ഗായ്സ്, ഇത് എമു ആണ് ഗായ്സ്. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന എമു. ഇതാണ് എമു. ഇനി എമുവിനെ കണ്ടില്ലെന്ന്. നമ്മളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയപ്പോ ഇങ്ങോട്ടോ. ആ സൈറന്റിന്റെ ഓണർ ഇതാണ്. ഡേ വന്നങ്ങ് ചാടി ഒരു കടിയങ്ങ് കടിച്ചാണ്ടല്ലേ. ഞാനും കട്ട ഉടക്കി. വേണോ ചായ? വേണോ? എനിക്ക് ചായ വേണ്ട. അമ്മയ്ക്കായിരിക്കും ഒരു ചായ. ഇത് പിടിച്ചു. പൈസ എടുക്കുന്നുണ്ട കങ്കാരുവിനെ പോലെ. നീ വെച്ചോ. അകത്താണ് കൊച്ചിരിക്കണം. സമൂസ കൊള്ളാമോ? കട്ട്ലറ്റ് കഴിച്ചില്ല. കുടി എങ്ങനെയുണ്ട് ഐശ്വര്യ മഴയത്ത് ഇത് കഴിക്കാൻ? എങ്ങനെയുണ്ട്? നല്ല ചൂടോടെ ഏലക്ക ഇട്ട ചായ വിത്ത് സമൂസ. നൈസായിട്ടുണ്ട് ഗൈസ്. ഐശ്വര്യ ഉണ്ട 2 ചായ എല്ലാം അവള് തന്നെ കഴിക്കണം. കണ്ട ഒറ്റയ്ക്ക്. ഇത് ലിയോപ്പേഡാണ്. പുള്ളിപ്പുലി എവിടെയാന്ന് കാണിച്ചില്ല. എവിടെയത്? ദൂ ഇരിക്കുന്ന ഈ സിംഹത്തിനൊക്കെ ഒരൊറ്റ സിംഹം ഒരു കാട്ടില്ല. അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഗൈസ്. ഓരോന്നിനും സെപ്പറേറ്റ് സൗകര്യങ്ങളും എല്ലാം. നമ്മുടെ സാധനം വരുന്നു. എവിടെ? അപ്പുറത്തെ വശത്ത്. ഇങ്ങോട്ട് വരൂടി. അതിന്റെ ഇതിന്റെ എടുക്കല്ലേ? ഇതാണ് പുലി. ഇത് കടുവയാണ്. ഇതാണ് സിംഹം. അപ്പൊ മറ്റതെവിടെ? ഇത് പെൺസിംഹം അല്ലേ? പെൺസിംഹം. ആൺസിംഹം ഇല്ല. ആൺസിംഹം ഇവിടെ അത് ഫുഡ് കഴിക്കുന്നു. ഇത് പെൺസിംഹമാണ്. ഇതില്ല. താഴെ വരയും പുലി. അത് വരയും പുലി. ആൺസിംഹം ഇല്ലടേ. നമുക്ക് പെൺസിംഹത്തിനെ എടുക്കാം വെറൈറ്റി ആയിട്ട്. അപ്പുറത്തേക്ക് നമുക്ക് ആ മറ്റേ കടുവരെടുത്ത് പോയി ഗിറും കൂടെ എടുക്കാം.
പക്ഷെ നമ്മൾ വിചാരിച്ചവരല്ലേ അല്ലല്ലേ. പക്ഷെ ഞാൻ ഇങ്ങനെയല്ല, ഞാൻ കണ്ട സൂ ഇങ്ങനെയല്ല ഗായ്സ്. ഞാൻ വിചാരിച്ച ഇങ്ങനെയല്ല, ഞാൻ വേറെ രീതിയാണ് വിചാരിച്ചത്. മഴ വീണ് അല്ല അല്ല, എന്റെ ഭാവന ഇങ്ങനെ അല്ലായിരുന്നു. അതായത് ഞാൻ വേറെ രീതിയിലാണ് കണ്ടത്. ഭാവന പറ. ഭാവന എന്ന് വെച്ചാ സിനിമ നടിയാ? അല്ല അല്ല, ചളി. അതായത് ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ചുകൂടെ അടുത്ത് ഇരിക്കാൻ. അടുത്ത് പുറത്തൊക്കെ കയറ്റിയിട്ടൊന്ന് വിചാരിച്ചു നമ്മളെ സൂയിൽ കൊണ്ടുവരുമ്പോ ഇങ്ങനെ കിട്ടുള്ളൂ. അടുത്ത് പോയി കടിക്കും. മറ്റേതില്ലേ മറ്റേ വലുത് വലിയ സിംഹം. വലിയ സിംഹത്തിനെ എവിടെ കൊണ്ടുപോയി? നമ്മളിന്ന് സൂയിൽ പോയി. അപ്പൊ സൂയിൽ പോയി നമ്മൾ പകുതി വരെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര മഴയൊക്കെ വന്നിട്ട് നമ്മള് പകുതിയല്ല നമ്മൾ കേറിയപ്പോഴേ ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരുന്നു. നമ്മളവിടെ ചെന്നപ്പോ ഫുൾ പേര് മഴയായിരുന്നു. ഫുള്ള് നനഞ്ഞ് നമ്മളിങ്ങനെ വ്ലോഗ് എടുത്തു. രസം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കും ഫുള്ളൊന്നും കാണാൻ പറ്റിയില്ല. ഫോണിന്റെ ചാർജും തീർന്നു പോയി. കുറച്ച് അലഞ്ഞു ഗൈസ്, ഉച്ചയ്ക്ക് ശേഷം കുറച്ച് അലഞ്ഞു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ ഗൈസ്. ഇതിന്റെ പാർട്ട് 2 വരുന്നുണ്ട്. ബാക്കി ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ബാക്കി വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ സൂവിന്റെ പാർട്ട് 2 ഉണ്ടാവും. അപ്പോൾ ഇന്ന് എന്തായാലും ബൈ.